ജിൻഡോജി, എൻ്റെ ഒരു സംശയം, നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന ദിവസം ഈ പറയുന്ന പോലെ അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തൽ ദിവസമാണ്. ആ ഓർമ്മപ്പെടുത്തൽ ദിവസം തന്നെ നമ്മൾ കേൾക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കൂട്ടം പേരെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ വില്ലൻ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ, അടുത്ത കൊല ചെയ്യാൻ പോകുന്ന ആൾ. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ ഹാസ്യ കഥാപാത്രം, ഇപ്പോൾ വില്ലൻ തന്നെയാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി ഹാസ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഇപ്പോൾ ആഗസ്റ്റ് 1 എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ NIA കണ്ടുപിടുത്തം നിരോധിക്കപ്പെട്ട ഒരു സംഘടന അവരുടെ ഹിറ്റ് ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, നിങ്ങളുടെ ചോദ്യത്തിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഈ അടിയന്തരാവസ്ഥയെ പല രീതിയിൽ നമ്മൾ വിലയിരുത്തണം. അത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ ആളുകളും പഠിച്ചിരിക്കേണ്ടതാണ്. പക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനിച്ച മനുഷ്യർക്ക് എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ആ പ്രായമുള്ളവർക്ക് പോലും അറിയില്ല. ആളുകൾ പലരും അതിനോട് അത്ര അതിനെക്കുറിച്ച് അറിവുള്ളവരല്ല. പക്ഷെ ഒരുപാട് വട്ടം ചർവണം പോലെ പറഞ്ഞ് പ്രചരിപ്പിച്ച് എഴുതി കേട്ട കഥകളിലൂടെയാണ് അടിയന്തരാവസ്ഥ. തീർച്ചയായിട്ടും അങ്ങനെയാണ് അറിയുന്നത്. അതിന്റെ പല ദോഷവശങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ആരും സംസാരിച്ചും കേട്ടിട്ടില്ല. ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള എൻ്റെ ഒരു ബോധ്യം, അടിയന്തരാവസ്ഥ അന്ന് രാജ്യത്ത് അനിവാര്യമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള അടിയന്തരാവസ്ഥ അന്ന് പ്രഖ്യാപിക്കേണ്ടത് അനിവാര്യമായിരുന്നു. അതിനെനിക്ക് എൻ്റെതായ ചില കാരണങ്ങളുണ്ട്. 2, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അത് നടപ്പാക്കിയ രീതിയിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറയാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അത് നടപ്പാക്കിയത് ഓരോ സംസ്ഥാനത്തും അധികാരം കയ്യിലിരിക്കുന്ന ആളുകളായിരുന്നു. അധികാരം ആരുടെ കയ്യിലാണോ അവരാണ് അടിയന്തരാവസ്ഥ അത് നടപ്പാക്കിയത്. നടപ്പാക്കിയപ്പോൾ ഓരോരുത്തർക്കും വൈരാഗ്യമുള്ളവരുടെ നേരെ അത് കൃത്യമായിട്ട് ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചു. ഒരുപാട് ആയിരക്കണക്കിന് മനുഷ്യരുടെ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. ഒരുപാട് പേര് പല ദ്രോഹങ്ങൾക്കും വിധേയമായി. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്, അതിനൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ സംഭവിക്കുന്നത്, പോലീസ് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സേനയാണ്. പോലീസ് ഏതൊരു സിവിൽ സൊസൈറ്റിയിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു വിഭാഗമാണ്. പക്ഷെ പോലീസിന്റെ ചെയ്തികൾ മോശമാകുമ്പോൾ അത് പോലീസ് എന്നുള്ള സംവിധാനമല്ല മോശപ്പെടുന്നത്, ആ പോലീസിന്റെ പ്രവർത്തനം കൃത്യമായി നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. അടിയന്തരാവസ്ഥയുടെ റിസൾട്ട് മോശമായതിന് കാരണം പലപ്പോഴും ആളുകൾക്ക് ദ്രോഹങ്ങൾ സഹിക്കേണ്ടി വന്നത് അത് നടപ്പാക്കിയവരുടെ കൂടി പരാജയമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ വൈരാഗ്യ ബുദ്ധിയും കൂടി അതിന് കാരണമാണ്. ഇംപ്ലിമെന്റ് ചെയ്ത രീതിയുടെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പല ആയിരക്കണക്കിന് മനുഷ്യർക്ക് ദുര്യോഗങ്ങൾ സഹിക്കേണ്ടി വന്നത്. സാധാരണക്കാർ ഉൾപ്പെടെ പലപ്പോഴും വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് അടിയന്തരാവസ്ഥ അന്നൊരു അനിവാര്യത കൂടിയായിരുന്നു. കാരണം പൊക്രാനിലെ ആണവ വിസ്ഫോടനത്തിന് ശേഷം അമേരിക്കയുടെ ചാരസംഘടനയുടെ അടക്കം വലിയ ഭീഷണികൾ ഇന്ദിരാഗാന്ധി സർക്കാർ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയം. ഇന്ദിരാഗാന്ധി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്ക ഉൾപ്പെടെ വലിയ ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടം. ഇന്ന് ഇറാനെതിരെ യുദ്ധം നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറാൻ ആണവായുധം നിർമ്മിക്കുമെന്നുള്ള സംശയത്തിലാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ അന്ന് 10-50 വർഷം മുമ്പ് ഇന്ത്യ പോലെ ഒരു ദരിദ്ര രാജ്യം ഒരു വികസനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു. വികസ്വര രാജ്യം ആണവ പരീക്ഷണം നടത്തുമ്പോൾ അമേരിക്കയെ പോലെയുള്ള ലോക ഭീമന്മാർക്ക് അത് ദഹിക്കുന്നതല്ല. അന്ന് ഇന്ദിരാഗാന്ധി അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അത് നടത്തുന്നത്. അമേരിക്കയുടെ വെല്ലുവിളിയെ അതിജീവിച്ച് നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന വൈദേശിക ശക്തികൾ, അവരോടൊപ്പം നിൽക്കുന്ന തരത്തിൽ രാജ്യത്തിനകത്ത് പ്രവർത്തിച്ച ആഭ്യന്തര ശക്തികൾ, ജയപ്രകാശ് നാരായണനെ പോലുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട് സൈന്യത്തോടും രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥരോടും ആയുധമെടുക്കാനാണ് ഈ രാജ്യത്തെ ഇന്ദിരാഗാന്ധി വിരുദ്ധരായിട്ടുള്ള, കേന്ദ്ര സർക്കാർ വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞത്. അന്ന് ഇവർ പറഞ്ഞത് കേട്ട് രാജ്യത്തെ പട്ടാളക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും മുഴുവൻ തോക്കെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ പോലെ, ബംഗ്ലാദേശിനെ പോലെ, ശ്രീലങ്കയെ പോലെ മറ്റൊരു പട്ടാള ഭരണത്തിലേക്ക് ഒരു രാജ്യമായേനെ. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങൾക്കും ഇന്ന് സ്വാതന്ത്ര്യമില്ല. പലയിടത്തും പട്ടാള ഭരണമൊക്കെ വന്നപ്പോൾ വരാതിരുന്നതിന് കാരണം അന്ന് ഇന്ദിരാഗാന്ധി എടുത്ത ശക്തമായിട്ടുള്ള, ചടുലമായിട്ടുള്ള തീരുമാനമായിരുന്നു. പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ 2 കാരണങ്ങൾ. പക്ഷെ ഭരണഘടനാ അനുച്ഛേദനം അനുസരിച്ചാണ് ഇത് ചെയ്തതെങ്കിലും ഈ സഞ്ജയ് ഗാന്ധി ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നമുക്ക് പറയാം. അല്ല, ഞാൻ ഒരു ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ മഹാത്മാഗാന്ധി തൊട്ട് ഇന്ദിരാഗാന്ധി
രാഹുൽ ഗാന്ധി, ഇന്ന് ഇവിടെ പ്രിയങ്ക ഗാന്ധി വരെയുള്ള ആളുകളുടെ പേര് നമ്മൾ ഓർക്കും. അതെ. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ തന്നെ ഞാൻ പറയുന്നു, ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു ഗാന്ധിയാണ് സഞ്ജയ് ഗാന്ധി. അദ്ദേഹം അന്ന് അധികാരത്തിന്റെ സർവ്വ സൗകര്യങ്ങളും ഉപയോഗിച്ച് ചെയ്തതൊന്നും കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകളായിരുന്നില്ല. കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോയ ഒരാളാണ് സഞ്ജയ് ഗാന്ധി. സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾക്ക് വില കൊടുക്കേണ്ടി വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയും ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രിയും കൂടിയാണ്. പക്ഷേ ഇന്ദിരാഗാന്ധിയെ ഫാസിസ്റ്റ് എന്ന് ആക്ഷേപിച്ച ആളുകളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. പക്ഷെ ഇന്ദിരാഗാന്ധി ഫാസിസ്റ്റ് ആയിരുന്നെങ്കിൽ സഞ്ജയ് ഗാന്ധി എന്ന വത്സല പുത്രനും ഇന്ത്യയിലെ അന്നത്തെ പാർലമെന്റും അന്നത്തെ പ്രസിഡന്റും സർവ സന്നാഹങ്ങളും ഇന്ദിരാഗാന്ധിയോട് അടിയന്തരാവസ്ഥ തുടരണം എന്നാണ് ആവശ്യപ്പെട്ടത്. അന്നത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും അടിയന്തരാവസ്ഥ തുടരണം, തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ പരാജയപ്പെടുമെന്നാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടും സകല അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇലക്ഷനിലേക്ക് പോകണം, തെരഞ്ഞെടുപ്പിലേക്ക് ഈ രാജ്യത്തെ തിരിച്ചു നടത്തണമെന്ന് ആഗ്രഹിച്ച ഇന്ദിരാഗാന്ധിയിൽ അന്നും അവശേഷിച്ചിരുന്നത് ജനാധിപത്യ ബോധമാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്തും മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന ആ ഉന്നത ജനാധിപത്യ ബോധത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. 1977 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി 77 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റു. ഇന്ദിരാഗാന്ധിക്ക് പകരം വന്നതാരാ? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, ജനതാ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റുകള്, മാർക്സിസ്റ്റുകള്, അതുപോലെ RSSകാര്, സർവ്വ വിധത്തിലുള്ള ആളുകളെയും കൂട്ടിച്ചേർത്ത് വന്ന ആ സർക്കാരിന് 3 വർഷം ഈ രാജ്യം ഭരിക്കാൻ സാധിച്ചുള്ളൂ. ഇന്ദിരാഗാന്ധിയെ രാജ്യത്തെ ജനങ്ങൾ അവരെ തിരിച്ചെടുത്ത് തോളിലെടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. ഇന്ദിരാഗാന്ധി പറ്റിയ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുൻപിൽ, ജനങ്ങളുടെ മുമ്പിൽ അത് ഏറ്റു പറഞ്ഞ് അവരുടെ മുമ്പിൽ അതിന് മാപ്പിരന്നപ്പോൾ അവരെ തിരിച്ച് സ്വീകരിക്കാൻ ഈ ജനങ്ങൾക്ക് സാധിച്ചു. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കൊണ്ട് ഇന്ന് ഈ രാജ്യം ഇന്നും ജനാധിപത്യത്തിന്റെ രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു. അത് ഉൾക്കൊള്ളുമ്പോൾ തന്നെ അടിയന്തരാവസ്ഥ അന്ന് അനിവാര്യമായിരുന്നു. ഇന്ന് അടിയന്തരാവസ്ഥക്കെതിരെ പറയുന്ന പ്രധാനപ്പെട്ട 2 വിഭാഗക്കാർ, ഒന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ BJPയും, 2 RSSഉം, ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന CPMഉം. ഇവർ ഈ രാജ്യം ഭരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പൗരാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. കുറച്ചു കാലത്തേക്ക് അത് പരിമിതപ്പെടുത്തി. അത് ഭരണഘടന അനുസൃതമായിട്ടാണ്. ഇന്ന് എത്രത്തോളം പൗരാവകാശങ്ങൾ ഈ രാജ്യത്ത് അനുവദിക്കപ്പെടില്ല. അത് പറയുമ്പോൾ എനിക്കൊരു ചെറിയ കാര്യം പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം T. പത്മനാഭൻ എന്ന നമ്മുടെ കഥാകൃത്ത് കണ്ണൂർ പ്രസംഗത്തിൽ പറഞ്ഞു, അടിയന്തരാവസ്ഥയെ നാം ഓർക്കുമ്പോൾ നാം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സംശയം ജിൻഡോ, നമ്മുടെ കേരളത്തിൽ അടിയന്തരാവസ്ഥ എന്നാണോ, അതേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ആകെ അടിയന്തരാവസ്ഥ എന്നാണോ? അതായത് കേരളത്തിലും ഇന്ത്യയിലും നിലവിൽ അടിയന്തരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഭരണഘടന അനുസൃതമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അത് ഭരണഘടന അനുസൃതമായിരുന്നു. രാജ്യത്ത് കോടതികൾ പ്രവർത്തിച്ചിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് സസ്പെൻഷൻ ഉണ്ട്, അതായത് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ അന്ന് പ്രവർത്തിച്ചിരുന്നു, വിധേയമായിരുന്നു. അന്ന് പൗരാവകാശങ്ങൾ നിയന്ത്രണ വിധേയമായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ കോടതികൾ പ്രവർത്തിച്ചു, സകല സൗകര്യങ്ങളും അന്നുണ്ടായിരുന്നു, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു, ആളുകൾക്ക് ചില അസൗകര്യങ്ങൾ നേരിട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് എത്രത്തോളം മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്? ഇന്നൊരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിന്റെ പേരിലാണ് BBC ഓഫീസ് റെയ്ഡ് ചെയ്തത്. ഇന്ന് കേരളത്തിലെ അടക്കം വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും ആളുകൾ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്നു. കറുത്ത മാസ്ക് വെച്ചാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. കേരളത്തിൽ കറുത്ത മാസ്ക്, കറുത്ത ഷർട്ട്, ഞാൻ വില കൊടുത്ത് മേടിക്കുന്ന കറുത്ത കൊട ചൂടിയാൽ പോലും നമ്മൾ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ നേതാക്കന്മാർ അടിയന്തരാവസ്ഥയേക്കാൾ വലിയ ഫാസിസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ അവരത് അടിയന്തരാവസ്ഥയാണെന്ന് അംഗീകരിക്കുന്നില്ല. ഫാസിസ്റ്റ് സർക്കാരുകളാണ് ഈ രാജ്യവും ഈ സംസ്ഥാനവും ഭരിക്കുന്നത്. ഇവർക്ക് ജനാധിപത്യ പൗരാവകാശ ബോധം അല്പം തന്നെ ഇല്ല. ഒരു തിരുത്തുണ്ട്, ഫാസിസം അല്ല, ഇവരുടെ ഭാഷയിൽ മറ്റൊരു ഫാസിസമാണ്. എന്ത് ഫാസിസമാണിത്? എന്ത് ഫാസിസം? സെമി ഫാസിസം. എന്താ
അല്ല, അവര് ഫാസിസത്തിന് മറ്റൊരു ഡെഫിനേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ ഫാസിസം വന്നിട്ടില്ല എന്നാണ് CPM അല്ല, പറയുന്നത്. CPM-ന്റെ ഫാസിസം ഇപ്പോഴത്തെ ഫാസിസം അവരുടെ പാർട്ടി ഘടനയിൽ അവരുടെ ആ ഇപ്പോൾ പാർട്ടി ഘടന വന്നിരുന്നു, അതിൽ അവർ ഫാസിസം അല്ല പറഞ്ഞിരിക്കുന്നത്. അല്ല, അവരത് പറയാൻ കാരണം നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഫാസിസ്റ്റ് ആണെന്ന് സമ്മതിക്കണം. അതെ, നരേന്ദ്രമോദി അവിടെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ ഇവിടെ പിണറായി വിജയനും അത് തന്നെ ചെയ്യുന്നത്. അതെ, അതെ, അവിടെ നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ അതെ. അവർ കറുപ്പെടുത്താൽ അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ കറുത്ത മാസ്ക് പിടിച്ചാൽ അറസ്റ്റ് ചെയ്യും. അവിടെ എതിർത്ത് സംസാരിക്കുന്നവരെ ഏത് രീതിയിലും വേട്ടയാടും. ED ഉൾപ്പെടെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ്, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, CBI, ഇവരെല്ലാവരും വേട്ടയാടുന്ന പോലെ നവഫാസിസം. അതെ. അപ്പൊ കേരളത്തിലും സമാനമായ സാഹചര്യം നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവരെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചാൽ ഇവരും ഫാസിസ്റ്റ് ആണ്. തീർച്ചയായിട്ടും. പക്ഷെ ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ കാലത്തും ഉണ്ടായ ജനാധിപത്യ ബോധം ഇന്ന് നരേന്ദ്രമോദിക്കുമില്ല, പിണറായി വിജയനുമില്ല. കാരണം ഇവര് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷനെ പോലും ഇവര് വരുതിയിലാക്കിയിരിക്കുന്നു. ഈ രാജ്യത്തെ ജുഡീഷ്യറി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സകല ഭരണഘടനാ സ്ഥാപനങ്ങളും സൗകര്യത്തിനനുസരിച്ച് കേരളത്തിലും അങ്ങനെയാണല്ലോ. വിജിലൻസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ലോകായുക്ത ഉൾപ്പെടെ, പോലീസ് സംവിധാനം ഉൾപ്പെടെ സകലതും സൗകര്യപൂർവ്വം ഇവർ അതെടുത്ത് ഉപയോഗിക്കുകയാണ്. പക്ഷെ അടിയന്തരാവസ്ഥ എന്നുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങൾ പ്രയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. പരിപാടിയൊക്കെ സെയിം തന്നെ. പക്ഷെ ഒട്ടും ജനാധിപത്യ ബോധമില്ലാത്ത മാർക്സിസ്റ്റുകാരും RSSകാരുമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഇനി PFA കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചു. നിരോധിത സംഘടനയായിട്ടുള്ള അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഏകദേശം 950ഓളം പേരുണ്ടായിരുന്നു വകവരുത്തേണ്ടി വരുന്നത്. പക്ഷെ ഈ പോപ്പുലർ ഫ്രണ്ട്, NDF പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ SDPI പോലെയുള്ള സംഘടനകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് RSSനെ പ്രതിരോധിക്കാനെന്ന. ഇപ്പോൾ RSSനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിഞ്ഞ തെങ്ങുംതോപ്പിൽ ബോംബ് ഉണ്ടാക്കുന്നതെന്നാണ് CPM പറയാറ്. പാനൂരിലടക്കം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ബോംബ് പൊട്ടിയപ്പോൾ RSSനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ബോംബ് ഉണ്ടാക്കുന്നതെന്നാണ്. നമുക്ക് RSSനെ പ്രതിരോധിക്കാൻ ബോംബ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുകയോ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ചെയ്യുന്നത് കൊണ്ട് ഇല്ലാതാകുന്നില്ല. ഇപ്പോൾ ശ്രീനിവാസനെ പോലെയുള്ള ആളുകളെ BJPയുടെ RSSന്റെ നേതാക്കന്മാരെ SDPIക്കാർ അല്ലെങ്കിൽ രഞ്ജിത് ശ്രീനിവാസനെയൊക്കെ കൊന്നു കളഞ്ഞപ്പോ RSS ഇല്ലാതാക്കപ്പെട്ടില്ല. അപ്പൊ ഒരേ സമയം അപ്പുറത്ത് വലിയ വർഗീയ തീവ്രവാദികൾ ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തും കുറെ വർഗീയ തീവ്രവാദികൾ ഉണ്ടാകുന്നേ ഉള്ളൂ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് കൊണ്ട് ആ ആശയം ഇല്ലാതാക്കപ്പെടുന്നില്ലല്ലോ. അപ്പോ വിശ്വാസമല്ല ഇത് തീവ്രമായിട്ടുള്ള അന്ധവിശ്വാസവും അനാചാരവുമാണ്. ആളുകളെ വകവരുത്തി ഇല്ലാതാക്കി പ്രത്യയശാസ്ത്രത്തെ ഇല്ലാതാക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ മഹാത്മാഗാന്ധി RSSനെ പരാജയപ്പെടുത്തി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്, ഹിന്ദു മുസ്ലിം ഐക്യം നേടിയത് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിസം എന്നുള്ള അഹിംസയിൽ അടിസ്ഥാനമായിട്ടുള്ള മുദ്രാവാക്യത്തിലൂടെ, ആശയസ്ഥിരത കൊണ്ടാണ്. ഈ ഹിംസയുടെ പ്രത്യയശാസ്ത്രത്തിലൂടെ RSSനെ ഇല്ലാതാക്കാൻ പറ്റില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിലൂടെ BJPയെയും RSSനെയും സംഘപരിവാറിനെയും പ്രതിരോധിക്കാൻ സാധിക്കില്ല. RSSന് തുല്യമായിട്ടുള്ള മറ്റൊരു പ്രത്യയശാസ്ത്രമാണ് പോപ്പുലർ ഫ്രണ്ടും പറയുന്നത്. അതുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ ജനാധിപത്യ മതേതര രാജ്യത്തിന് തികഞ്ഞ അശ്ലീലം തന്നെയാണ്. രണ്ടു കൂട്ടരും ഒരുപോലെ നമ്മുടെ രാഷ്ട്രീയത്തിന് ബാധ്യതയാണ്. രണ്ടു കൂട്ടരും നിരോധിക്കപ്പെടേണ്ടതാണ്. ആശയത്തെ ആശയം കൊണ്ടല്ലാതെ ആയുധം കൊണ്ട് തോൽപ്പിക്കാമെന്നുള്ള വ്യാമോഹത്തിലാണ് ഈ 950 പേരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയ പോപ്പുലർ ഫ്രണ്ടുകാർ. ആക്രമണം കൊണ്ടല്ല നേരിടേണ്ടത്. ആക്രമണം കൊണ്ട് ഒരിക്കലും നേരിടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മരപ്പട്ടത്ത് മഹാത്മാഗാന്ധിയുടെ സ്തൂപം തകർത്ത മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്. കോൺഗ്രസ്സുകാരന്റെ അടുക്കളയിൽ പോലും മഹാത്മാഗാന്ധിയുടെ സ്തൂപം വെച്ചാൽ തകർക്കുമെന്ന് പറഞ്ഞ CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരുണ്ട്. ഇന്നലെ മരപ്പട്ടത്ത് മഹാത്മാഗാന്ധിയുടെ പുഷ്പാലങ്കൃതമായിട്ടുള്ള സ്തൂപം ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തില. അപ്പൊ മഹാത്മാഗാന്ധിയെ സ്തൂപം തകർത്തുകൊണ്ട് ഗാന്ധി ഇല്ലാതാക്കപ്പെടില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയത് കൊണ്ട് അയാൾ പറയുന്ന ആദർശവും ആശയവും ഇല്ലാതാക്കപ്പെടില്ല. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പറയുന്നതും RSS പറയുന്നതും തുല്യമായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. രണ്ടും നിരോധിക്കപ്പെടേണ്ടതാണ്. ഒരു സംശയം കൂടെ എനിക്ക് ചോദിക്കാണ്ട്, ഈ ജമാഅത്തെ പോലെയുള്ള ഈ തീവ്രവാദി സംഘടനകളെ എന്തിന് കോൺഗ്രസ് കൂടെ കൂട്ടണം? അല്ല, ഇതില് ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് കൂടെ കൂട്ടിയിട്ടില്ലല്ലോ. ഇനി ജമാഅത്തെ ഇസ്ലാമി 1978 മുതൽ 2014 വരെ കേരളത്തിൽ CPMനെ പിന്തുണച്ചിട്ടുണ്ട്. അന്നൊന്നും അവർക്കില്ലാത്ത ഒരു തീവ്രവാദ ചാപ്പ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ പിന്തുണയ്ക്കുമ്പോൾ എങ്ങനെ CPMകാർക്ക് ചാർത്താൻ പറ്റുന്നു എന്നുള്ള സംശയമുണ്ട്. ഇനി ഇവരുടെ കൂടെ അല്ലാത്ത തീവ്രമായിട്ടുള്ള തീവ്രവാദ സ്വഭാവം പറയുന്ന, വർഗീയ താല്പര്യം പറയുന്ന കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമാണ് അവിടെ BJP മത്സരിക്കുന്നത്. അപ്പോ
അവര് വർഗീയ ശക്തികളായതുകൊണ്ട് കൂട്ടുകൂടി എന്ന് പറയും. അതെ. കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ കാശ്മീരിന് പുറത്തുള്ള കേരളത്തിലെമ്പാടുമുള്ള ജമാഅത്ത് ഇസ്ലാമി അവർ ഇന്നേ വരെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയേർക്കപ്പെട്ടിട്ടുള്ളതായിട്ടോ തീവ്രവാദ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തിയോ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ടോ നമ്മൾ കാണുന്നില്ല. അവർ ചില ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്, തികച്ചും സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള RSS വിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനുകളൊക്കെയാണ് നടത്തുന്നത്. പക്ഷേ അവരുടെ മതരാഷ്ട്രവാദം എന്നുള്ള കാഴ്ചപ്പാട് അവർ കുറെ കാലങ്ങളായിട്ട് അതൊന്നൊക്കെ മാറി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച് ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കാൻ അവർ തയ്യാറാകുന്നു എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ വരുമ്പോൾ അവരെ പൊതുബോധത്തിന്റെ ഭാഗമായിട്ട് ചേർത്ത് നിർത്തുന്നതിൽ തെറ്റില്ല. മാത്രമല്ല അവരുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതല്ല, അവരിങ്ങോട്ട് ചെയ്തതാണ്. ആ സഹായം സ്വീകരിക്കുന്നതിൽ മടി കാണിക്കാത്തതിന് കാരണം കോൺഗ്രസ് പറയുന്ന മുദ്രാവാക്യം, UDF മുന്നോട്ട് വെക്കുന്ന സമര മുദ്രാവാക്യങ്ങൾ ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ ഞങ്ങളെ പിന്തുണച്ചത്. പകരം കോൺഗ്രസ് അവരുടെ മുദ്രാവാക്യത്തെ അല്ല പിന്തുണച്ചത്. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തത്, ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് CPM നിലമ്പൂരിൽ സ്വീകരിച്ചത് ആരുടെ പിന്തുണയാണ്? ഗാന്ധി വധത്തിന്റെ ഉത്തരവാദികളായിട്ടുള്ള ഹിന്ദു മഹാസഭ, PDP ഉണ്ട്. രണ്ടാമത് CPMന്റെ തന്നെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള നയനാരും VS അച്യുതാനന്ദനും 2 വട്ടം തീവ്രവാദ കേസിൽ, ബോംബ് സ്ഫോടന കേസിൽ പിടിച്ച് അന്യസംസ്ഥാനത്തിന് ഏൽപ്പിച്ചു കൊടുത്ത PDP, മദനിയുടെ PDP, ഈ 2 കൂട്ടരെയും പിന്തുണ സ്വീകരിച്ചുകൊണ്ടാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിരോധിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരോ നേതാക്കന്മാരോ നാളിതുവരെ ഒരു കേസിൽ പ്രതിയായിട്ട് നമ്മൾക്ക് അറിയില്ല. ഇനി അതിനപ്പുറത്ത് അവരെ നമ്മൾ കോർണർ ചെയ്യുന്നത്, കാലാകാലങ്ങളിൽ കോർണർ ചെയ്യപ്പെട്ടിട്ടുള്ളത് മതരാഷ്ട്രവാദം എന്നുള്ള സിദ്ധാന്തമാണ്. അതവർ ദൂരെ കളഞ്ഞിട്ട് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ മറ്റേതൊരു സംഘടനയെ പോലെയും ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ അവകാശമുള്ള ഒരു സംഘടന UDFനെ പിന്തുണയ്ക്കുമ്പോൾ പിന്തുണ നമ്മൾക്ക് സ്വീകരിക്കാവുന്നതുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. ഏതായാലും പരിമിത സമയത്തിനുള്ളിൽ നമുക്ക് നോക്കേണ്ടി കൂടുതൽ നന്ദി. നമസ്കാരം. താങ്ക് യു.